എല്ലാവർക്കും കുഞ്ചമ്മ കേസിലേക്ക് സ്വാഗതം. ഹലോ, എല്ലാവർക്കും കുഞ്ചിയമ്മ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആമി ഞാനും വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളൊരു ചെറിയ ഷോപ്പൊക്കെ ഇട്ടു കേട്ടോ, ചെറിയൊരു ഷോപ്പൊക്കെ ഇട്ടു. പക്ഷെ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടാണ്. ബസ് കൊണ്ട് നിർത്തുന്ന ഇതിൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വോയിസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഇൻട്രോ മാത്രമേ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് സെറ്റ് ആയിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ കടയൊക്കെ തുടങ്ങിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ അതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. കുറേ പേരൊക്കെ കട തുടങ്ങണം എന്നുള്ള പ്ലാനൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, കട എങ്ങനെയുണ്ട്, കട തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്, തുടങ്ങുന്നതാണോ നല്ലത്, തുടങ്ങാത്തതാണോ നല്ലതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഷോപ്പിലേക്ക് കുറച്ച് കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫാൻസി ആയതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികളുടെ ഡ്രസ്സ് ഉണ്ടാവുമെന്ന് കരുതി ആരും കയറാറില്ല. അപ്പോൾ അത് കാരണം നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ് വെളിയിലിങ്ങനെ ഫാൻസി നല്ല ബോർഡ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആരും കുട്ടികളുടെ ഡ്രസ്സ് അന്വേഷിച്ച് ഇവിടെ വരാറില്ല. അപ്പോൾ ഈ കുട്ടികളുടെ ഡ്രസ്സും ഫാൻസി എല്ലാം കൂടെ മിക്സ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ചൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഫാൻസി, ഗിഫ്റ്റ്, ടോയ്സ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ എടുത്ത അതേ റേറ്റിന് തന്നെ അത് നമുക്ക് ഇതിലിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടിയല്ല 4 ഇരട്ടി വാങ്ങാം. കാരണം ഞാൻ വാങ്ങിച്ച അതേ റേറ്റിന് തന്നെയാണ് സെയിൽ ചെയ്യാൻ പോകുന്നത്. കുട്ടികളുടെ ഡ്രസ്സ് ആമിയുടെ സൈസിനുള്ളതൊക്കെ ഞാൻ ആമിക്ക് എടുത്ത് കേട്ടാ. പിന്നെ ബാക്കി ഡ്രസ്സെല്ലാം കൂടെ നമ്മളിങ്ങനെ റേറ്റ് കുറച്ചിട്ട് സെയിൽ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിൽ കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, മഴ വെക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് നമുക്ക് പിള്ളേർക്ക് വീട്ടിൽ ഇടാൻ വേണ്ടി ഡ്രസ്സ് ഒരുപാട് ആവശ്യം വരുന്നതല്ലേ. അപ്പോൾ മഴയൊക്കായ ഇട്ടാൽ ഉണങ്ങാനൊക്കെ പാടായിരിക്കും. മാത്രമല്ല പിള്ളേർ വീട്ടിൽ നിന്ന് എപ്പോഴും ഡ്രസ്സ് മാറ്റുന്നതാണ്. ഇതുപോലത്തെ കുറേ എണ്ണം കാണും. ആമിയെ നിങ്ങൾക്ക് കാണണ്ടേ? ആമിക്കൊന്നും പറയാനില്ലേ? ആമി എന്തെങ്കിലുമൊക്കെ പറയും. ആമി ഇടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വൈറലൊക്കെ കഴിഞ്ഞ് ഏറെന്നൊക്കെ ഇറങ്ങി ആമി ഒന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് കണ്ടിട്ട് മിനിമം 10 പീസ് വരെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും പിന്നെ മെസ്സേജ് അയക്കാതിരിക്കരുത്. കാരണം വൈകിട്ട് ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം മാത്രമേ ഫോൺ നോക്കാറുള്ളൂ, പിന്നെ സമയം കിട്ടുമ്പോഴേക്കേ നോക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമേ കാണുന്നത് കുട്ടികളുടെ ഷോർട്സ് ആണ് കേട്ടോ. ഇതൊരു 6 മാസം മുതൽ 1 വയസ്സ് വരെയൊക്കെ ഇടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല കുട്ടികളും പല അളവായിരിക്കുമല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് അളവ് പറയാനായിട്ട് അറിയത്തില്ല. ഇതിൻ്റെ സൈസ് വന്നിട്ട് 1-ാം നമ്പറാണ്. നിക്കറിൻ്റെ എല്ലാം സൈസ് വരുന്നത് 1, 2 അങ്ങനെയൊക്കെയുള്ള നമ്പറാണല്ലോ. അപ്പോൾ ഇത് 1-ാം നമ്പറാണ്. നല്ല മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആമിക്ക് യൂണിഫോമിൻ്റെ അടിയിൽ ഇട്ടിട്ട് സ്കൂളിൽ വിടുന്നത് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് എങ്ങനെ ഇരുന്നാലും, അതുപോലെ തന്നെ PT പീരീഡൊക്കെ എങ്ങനെ പോയി ചാടിയാലും ഒന്നും വിഷയം വരത്തില്ല. അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സൈസല്ല, ഈ മോഡലാണ് ഇട്ട് കൊടുക്കുന്നത്. അവളെ സൈസ് വന്നിട്ട് 5-ാം നമ്പർ സൈസാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് 1 അപ്പോൾ ഇത് നമുക്കൊരു 6 മാസം മുതൽ 1 വയസ്സ് വരെയൊക്കെ കുട്ടികളുടെ സൈസ് വലിപ്പം അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ 10 പീസാണ്. 10 പീസ് ഒരുമിച്ച് കൊടുക്കുമ്പോഴുള്ള റേറ്റാണ് ഞാൻ എല്ലാത്തിനും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു പീസ് 20 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ എവിടെയെങ്കിലും പോയാൽ 20 രൂപയ്ക്ക് കുട്ടികളുടെ ഷോർട്സ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ നമ്മൾ 10 ഷോർട്സ് എടുക്കുമ്പോഴത്തേക്ക് 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരു ഷോർട്സിന് 20 രൂപ വെച്ചിട്ടാണ് ആവുന്നത്. അപ്പോൾ അതാണ് 1-ാം നമ്പർ ഷോർട്സിൻ്റെ റേറ്റ്. അടുത്തതായിട്ട് 2-ാം നമ്പർ ഷോർട്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ആദ്യമേ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല മെറ്റീരിയലാണ് കേട്ടോ. പല കളറാണ് ഒരു പാക്കറ്റിൽ വരുന്ന, ഒരേ കളറായിരിക്കത്തില്ല. ഇത് 2-ാം നമ്പറാണ്. ഇത് നല്ല വലിയുന്ന മെറ്റീരിയലാണ്. നല്ല ഇടാനും നല്ല സുഖമുള്ള തുണിയാണ് കേട്ടോ, ചൂടൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ കാലിൽ ഇങ്ങനെ വർക്ക് വരുന്നതാണ്. അതായത് ഇങ്ങനെ ഒരു പട്ട പോലെ വെച്ച് അടിച്ചേക്കുന്നതാണ്. അതിനൊന്നും എന്ത് പേരൊന്നും എനിക്ക് പറയാനൊന്നും അറിയത്തില്ല, കാരണം തയ്യലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വന്നിട്ട് 25 രൂപയാണേ. നേരത്തെ നമ്മൾ കാണിച്ച 1-ാം നമ്പർ ഇത് 20 രൂപയും ഇത് 25 രൂപയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇടാൻ വേണ്ടി ഇതിൻ്റെ ഈ 10 കളറ് ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്ക് 250 രൂപയ്ക്കാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇടാൻ വേണ്ടി 10 ഷോർട്സ് കിട്ടുന്നത്.
ഇത് ഇത്രയാണ് ഇതിലുള്ള കളറ്. അപ്പോൾ പല പാക്കറ്റുകളിലും ചിലപ്പോൾ പല കളറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന ഇത്രയും കളറാണ്, ബ്ലൂവും ഗ്രീനും മജന്തയും റെഡും യെല്ലോയും എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് 10 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 250 രൂപയാണ്. പാക്കറ്റ് റേറ്റാണ് ഞാൻ പറയുന്നത് കേട്ടോ. പാക്കറ്റായിട്ടാണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ പാക്കറ്റുകളൊന്നും നമ്മൾ പൊട്ടിച്ചിട്ടില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് പാക്കറ്റ് മാത്രമേ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 250 രൂപ 10 പീസ്. അടുത്തതായിട്ട് ഇതാ 3-ാം നമ്പറാണ്. 3-ാം നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും അടുത്ത സൈസ്. അപ്പോൾ നിങ്ങൾക്ക് സൈസ് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഷോർട്സ് എടുത്ത് നോക്കി അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 3-ാം നമ്പർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളെ അളവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതും 10 പീസാണ്. 3-ാം നമ്പറിൻ്റെ 10 പീസാണ്. 10 പീസ്. അപ്പോൾ ഒരു പീസ് 30 രൂപ വെച്ചിട്ട് 10 പീസ് നിങ്ങൾ ഒരുമിച്ചെടുക്കുമ്പോൾ 300 രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ. 10 പീസ് ഒരുമിച്ചെടുക്കുമ്പോൾ 300 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതും ഒരുപാട് കളറ് മിക്സ് ആയിട്ടാണ് വരുന്നത്, ഒറ്റ കളർ മാത്രമായിട്ടില്ല. അപ്പോൾ നമുക്ക് മാറിയും തിരിഞ്ഞുമൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് വരുന്നത് 4-ാം നമ്പർ സൈസാണ്. ഞാൻ ആമിക്ക് യൂസ് ചെയ്യുന്നത് 4ഉം 5ഉം ആണ് കേട്ടോ. 4ഉം 5ഉം ആണ് ആമിയുടെ സൈസ്. 4 ഏകദേശം 4 മതിയാവും. എന്നാലും കുറച്ചുകൂടെ ഇറക്കമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 4ഉം 5ഉം അവൾക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് അവൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിഫോത്തിൻ്റെ അടിയിലിടാനോ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ, ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിക്കറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ സ്കൂളിലായാലും എവിടെയായാലും പോയിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. ചാട്ടോ ഓട്ടോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സ്കൂളിൽ വിടാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് 4-ാം നമ്പറാണ്. 4-ാം നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 4, 5, 6 ആ ഒരു ഏജ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്കുള്ളതായിരിക്കും കേട്ടോ. 4-ാം നമ്പറിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു പീസ് 40 രൂപയാണ്. 10 പീസ് നിങ്ങൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 400 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇത്രയും പീസ് 10 പീസ് 400 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ 4-ാം നമ്പർ കഴിഞ്ഞു. ഇനി 5-ാം നമ്പർ കാണാം. ഇതിൻ്റെ 6 വരെയുള്ള നമ്പറുകളാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അടുത്തത് 5-ാം നമ്പർ വന്നിട്ട് ഇതാണ്. 5-ാം നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് വലിയ അളവാണ്. അതായത് ഒരു 6, 7 ആ ഒരു വയസ്സ്, 6, 7 ആ ഒരു വയസ്സിനൊക്കെ ഇടുന്നതാണ്. കുറച്ച് വലുത് തന്നെയാണ് കേട്ടോ. അതും ഇങ്ങനെ വലിയുന്നതാണ്, നല്ല മെറ്റീരിയലാണ്. ഇതും 10 പീസ് വെച്ചിട്ടാണ് 5-ാം നമ്പർ സൈസ്. ഒരു പീസിൻ്റെ റേറ്റ് 40 രൂപയും 10 പീസിൻ്റെ റേറ്റ് 400 രൂപയാണ്. അപ്പോൾ 4ഉം 5ഉം 6ഉം സൈസ് 40 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 400 രൂപയാണ് 10 പീസിൻ്റെ റേറ്റ്. അപ്പോൾ സിംഗിൾ പീസായിട്ട് തരുമോ എന്ന് ചോദിക്കേണ്ട, സിംഗിൾ പീസായിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ ഫുൾ പാക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് 10 പീസ് 40 രൂപയിട്ട് 400 രൂപയ്ക്ക് കിട്ടുന്നത്. നിങ്ങൾ 5 പീസ് എടുക്കുക, അല്ലെങ്കിൽ 3 പീസോ 2 പീസോ ഒക്കെ എടുക്കുകയാണെങ്കിൽ 10 രൂപ വെച്ച് കൂടും. അതായത് 40 രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരു നിക്കർ 50 രൂപയായിരിക്കും. 10 എണ്ണം എടുക്കുകയാണെങ്കിൽ 400 രൂപയും. 5 പീസാണ് എടുക്കണമെങ്കിൽ 250 രൂപയാണ് കേട്ടോ. കാരണം 10 പീസിൽ താഴെ എത്ര പീസ് എടുത്താലും 50 രൂപയായിരിക്കും. 10 പീസ് വെച്ചെടുക്കുമ്പോൾ 40 രൂപയിട്ട് 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 1, 2, 3, 4, 5, 6 അതായത് 1 to 6 വരെയുള്ള സൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഏറ്റവും വലിയ അളവാണ് ഈ കാണുന്ന 6 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 7, 8, 9 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. പിന്നെ 10 വയസ്സൊക്കെ ഇടാമെന്ന് എനിക്ക് തോന്നുന്നു. ആമിക്ക് ഈ 6 നമ്പർ വലുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പം ഇതാണ് ഏറ്റവും വലിയ സൈസ് 6. അപ്പോൾ ഇതിൻ്റെ റേറ്റും വന്നിട്ട് ഒരു പീസ് 40 രൂപ, അതായത് 10 പീസ് വന്നിട്ട് 400 രൂപയാണ്. സിംഗിൾ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് 50 രൂപ. 10 എണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ മാത്രം 400 രൂപയ്ക്ക് നിങ്ങൾക്ക് 10 എണ്ണം കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഷോർട്സിൻ്റെ അതുപോലെ ഷോർട്സിൻ്റെ സൈസും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇത്രയും ഷോർട്സാണ്. അപ്പോൾ ഇത്രയും പീസല്ല കേട്ടോ ഉള്ളത്. ഞാനപ്പോൾ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സൈസിൽ നിന്നും ഓരോ പാക്കറ്റ് വീതം എടുത്ത് നിങ്ങളെ കാണിച്ചതാണ്. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ ബന്ധത്തിലോ പരിചയത്തിലോ കൂട്ടുകാർക്കോ ചെറിയ പിള്ളേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. കാരണം ഇതൊന്ന് വിറ്റൊഴിവാക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇത് കുറച്ച് ലാഭത്തിൽ കിട്ടുന്നത് വാങ്ങുന്നവർക്കും ഒരു നല്ലൊരു ഉപയോഗമുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 20 രൂപയ്ക്കൊന്നും ഷോർട്സൊന്നും എങ്ങും കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. എനിക്കെങ്ങൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ എന്താണ്, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്രദമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, കൊച്ചു പിള്ളേരൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലും ഇതുപോലെ ഇരിക്കുന്ന സ്റ്റോക്ക് എല്ലാം ഒന്ന് വിറ്റഴിക്കാൻ എനിക്ക് സഹായമാവും. കാരണം ഞാൻ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് കുറേ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. എൻ്റെ കുറേ പൈസ ഇതിലിങ്ങനെ ഇറങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് വന്ന ടീഷർട്ടാണ് കേട്ടോ. ഇത് 0 സൈസാണ്. അതാ 0 സൈസിലെ ടീഷർട്ടാണ്. അപ്പോൾ ഇതിനകത്തും ഒരു പാക്കറ്റിൽ വരുന്നത് 10 എണ്ണമാണ് കേട്ടോ. 10 കളറിലുള്ള പല പാക്കറ്റാണ്. അപ്പോൾ എല്ലാ സൈസിൻ്റെയും ഓരോ പാക്കറ്റ് വെച്ച് ഞാൻ പൊട്ടിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പൊട്ടിക്കാത്ത കുറേ പാക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇത് സാധനം നിങ്ങൾക്ക് ഈ സൈസിലുള്ള കുട്ടികളില്ലാന്നുണ്ടെങ്കിൽ ഉള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും അതൊരു ഉപകാരമാവും. അപ്പോൾ ഇതിൻ്റെ 10 കളറാണിത്. അപ്പോൾ 10 കളർ വരുന്ന 0 സൈസിലെ ഉടുപ്പാണ്. ഇതിൻ്റെ ഒരു പീസ് 30 രൂപയാണ് കേട്ടോ. 0 സൈസ് 30 രൂപയാണ്. 10 എണ്ണം എടുക്കുമ്പോൾ 300 രൂപ. ദയവ് ചെയ്ത് ആരും 1 പീസ് തരുമോ 2 പീസ് തരുമോ എന്നൊന്നും ചോദിക്കരുത്. കാരണം 1-2 പാക്കറ്റ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ 1-2 പീസൊക്കെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഇരിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ നുള്ളിപ്പറക്കി 1-2 വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പീസ് ഇങ്ങനെ എൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ കുറേയൊക്കെ എനിക്ക് ആമിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ആമിയുടെ സൈസ് മാത്രമാണല്ലോ എനിക്ക് ആമിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ബാക്കി സ്റ്റോക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്കും പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആവശ്യമുള്ളവർ 10 പീസായിട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സൈസ് വന്നിട്ടുള്ളത് 0 കഴിഞ്ഞിട്ട് വരുന്നത് എസ് ആണ്. എസ് സൈസ് 0 കഴിഞ്ഞിട്ട് വരുന്ന സൈസ് എസ് ആണ്. ഇതും 10 പീസ്, അതായത് 10 പീസ് 30 രൂപ വെച്ച് 300 രൂപയാണ്. ഇത് കുറച്ചുകൂടെ വലിയ സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളുടെ ഉടുപ്പിൻ്റെ അളവിന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉടുപ്പ് എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇതുപോലെ സ്റ്റിക്കർ കാണും, അതിൽ നോക്കിയാൽ മതി കേട്ടോ. ചിലർ വന്നിട്ട് ചോദിക്കും ഇത്ര വയസ്സുള്ള കുട്ടിക്ക് ഇത് സൈസ് ആവുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കുട്ടിയുടെ സൈസ് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഉടുപ്പ് ഇടുന്ന ഉടുപ്പിൻ്റെ ബാക്കിലെ ആ സ്റ്റിക്കർ ഒന്ന് നോക്കിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് എസ് സൈസാണ്. എസ് സൈസിലുള്ള 10 പീസ് 30 രൂപ വെച്ച് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ പീസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ 40 രൂപ വെച്ചാവും. നമ്മൾ 10 എണ്ണം എടുക്കുന്നതിനേക്കാളും 10 രൂപ കൂടുതലായിരിക്കും സിംഗിൾ പീസ് എടുക്കുമ്പോൾ. അപ്പോൾ ദയവ് ചെയ്ത് സിംഗിൾ പീസ് വേണമെന്ന് പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന എൽ സൈസാണ്. എൽ സൈസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലിയ സൈസ്. അപ്പോൾ എനിക്ക് അളവ് ഏജ് എത്രയാണെന്ന് പറയാൻ അറിയത്തില്ല. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടുപ്പിന് നോക്കിയാൽ മതി. അപ്പോൾ എൽ സൈസിലെ ഒരു പീസ് 30 രൂപ ഇട്ടിട്ട് 10 പീസ് 300 രൂപയാണേ. അപ്പം സ്മോളും ലാർജും മീഡിയവും, അതായത് 0 മുതലാണ് നമ്മൾ തുടങ്ങിയത്. 0യും സ്മോളും ലാർജും മീഡിയവും എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ടീഷർട്ട് കൊടുക്കുന്ന എല്ലാം 30 രൂപ ഇട്ടിട്ടാണ്. 10 പീസ് എടുക്കുമ്പോൾ 300 രൂപയാണ് കേട്ടോ. ഈ റേറ്റിന് ഏതെങ്കിലും കടയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെയെങ്ങുമുള്ള ഒരു കടകളിലും ഈ റേറ്റിനൊന്നും ഒരു ഡ്രസ്സും കിട്ടത്തില്ല കേട്ടോ. ആമിക്കൊക്കെ ഞാൻ ഉടുപ്പ് വാങ്ങിക്കുന്ന വീട്ടിൽ ഇടാൻ വാങ്ങുന്ന ഉടുപ്പൊക്കെ ഏറ്റവും കുറഞ്ഞത് തന്നെ ഒരു 80 രൂപ 100 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ രാമചന്ദ്രനിലും ഒക്കെ പോയിട്ടൊക്കെ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോവും. മാത്രമല്ല എനിക്ക് വീഡിയോ പിടിക്കാനുള്ള ടൈമും കുറച്ച് കമ്മിയായിരുന്നു. അപ്പോൾ വരുന്ന വെപ്രാളത്തിൽ ഞാൻ ഇത്രയും വീഡിയോ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ഐറ്റംസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യണേ. ഇനി നമ്മുടെ കയ്യിൽ കെട്ടുള്ള ഉടുപ്പും അതുപോലെ തന്നെ പാൻറ്റും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ. 3/4 പാൻറ്റും ഇതുപോലത്തെ ഉടുപ്പുമൊക്കെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതിൽ കുറച്ച് സാധനങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ കണ്ടത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.